The Foundry Nuke VFX 3D ആനിമേഷൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെയധികം പോപ്പുലറായ ഒരു കോമ്പോസിറ്റിംഗ് ടൂളാണ് ഫൗണ്ടറി ന്യൂക്ക്. നമ്മളിവിടെ ഒരു പുതിയ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. VFX കോമ്പോസിറ്റിംഗ് അല്ലെങ്കിൽ ന്യൂക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ബിഗിനേഴ്സ് ഗൈഡ്. ലേണിംഗ് പർപ്പസിനും പേഴ്സണൽ പ്രൊജക്ട്സിനും സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിനും വേണ്ടി ന്യൂക്ക് നോൺ കൊമേഴ്ഷ്യൽ വേർഷൻ അവൈലബിൾ ആണ്. മൾട്ടിമീഡിയ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ കൂടുതലായും യൂസ് ചെയ്യപ്പെടുന്നത് ലെയർ ബേസ്ഡ് പ്രോഗ്രാംസ് ആണ്. ലെയർ ബേസ്ഡ് പ്രോഗ്രാമിൽ ഇമേജിനെ ഒന്നിനു മുകളിൽ ഒന്നായി ഒരു സ്റ്റാക്ക് ആക്കി അറേഞ്ച് ചെയ്താണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടെ ഒരു ലെയറിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും എന്ന നിലയിലായിരിക്കും അറേഞ്ച് ചെയ്യപ്പെടുക. നോഡ് ബേസ്ഡ് പ്രോഗ്രാമിൽ ഇമേജിനെയും ഓപ്പറേഷൻസിനെയും ഹൈറാർക്കി ബേസിൽ അല്ലെങ്കിൽ ഒരു ട്രീ ആയി അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ഫ്ലോ ചാർട്ടായി പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു നോഡിന് ഒന്നിൽ കൂടുതൽ ഇൻപുട്ട്സ് സ്വീകരിക്കുവാനും ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുവാനും സാധിക്കും. ന്യൂക്ക് ഒരു നോഡ് ബേസ്ഡ് പ്രോഗ്രാമാണ്. അതുതന്നെയാണ് ന്യൂക്കിനെ VFX ഇൻഡസ്ട്രിയിൽ പോപ്പുലറാക്കി മാറ്റിയത്. ഗ്രാഫിക് ഡിസൈനിങ്, മോഷൻ ഗ്രാഫിക്സ് ഇൻഡസ്ട്രിയിൽ കൂടുതലായും ലെയർ ബേസ്ഡ് പ്രോഗ്രാംസ് ആണ് യൂസ് ചെയ്യുന്നത്. VFX 3D ആനിമേഷൻ ഇൻഡസ്ട്രിയിൽ കൂടുതലായും നോഡ് ബേസ്ഡ് പ്രോഗ്രാമുകളുമാണ് യൂസ് ചെയ്യുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അസീം സാഹിബ്. വെൽക്കം ടു സാഹിബ്സ് റൂം. Welcome to the Nuke Interface and welcome to the world of Digital Compositing. ഡിഫോൾട്ട് ന്യൂക്ക് ഇൻ്റർഫേസിനെ മെയിനായി 3 പാനൽസ് അല്ലെങ്കിൽ പെയിൻസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. നോഡ് ഗ്രാഫ് പെയിൻ, വ്യൂവർ പെയിൻ ആൻഡ് പ്രോപ്പർട്ടി പെയിൻ. ന്യൂക്ക് ഇൻ്റർഫേസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെയിനാണ് നോഡ് ഗ്രാഫ് പെയിൻ. ഒരു ഇമേജിനെ അല്ലെങ്കിൽ വീഡിയോ ഫൂട്ടേജിനെ ഇമ്പോർട്ട് ചെയ്യുക മുതൽ അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്ന പ്രോസസ്സുകൾ വരെയുള്ള കാര്യങ്ങൾ നോഡായി ക്രിയേറ്റ് ചെയ്യുകയും പല രീതിയിൽ അറേഞ്ച് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനായും നോഡ് ഗ്രാഫ് നമുക്ക് യൂസ് ചെയ്യാം. നോഡ് ഗ്രാഫിനെ ആക്ച്വലി നോഡുകളുടെ ഫ്ലോ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഓർഡർ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വ്യൂവർ പെയിനെ ഒരു ഔട്ട്പുട്ട് മോണിറ്റർ എന്നുള്ള നിലയിൽ മനസ്സിലാക്കാം. നോഡ് ഗ്രാഫിൽ പ്രോസസ്സ് ചെയ്യുന്ന ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ഫൂട്ടേജിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് വ്യൂവറിലൂടെ കാണുവാനും മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. വ്യൂവർ പാനിൻ്റെ ഈ ഭാഗത്തായി ഇമേജ് സീക്വൻസ് അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യുവാനും പോസ് ചെയ്യുവാനും നെക്സ്റ്റ് ഫ്രെയിം, പ്രീവിയസ് ഫ്രെയിം, സ്റ്റാർട്ട് ഫ്രെയിം, എൻഡ് ഫ്രെയിം എന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള പല ബട്ടൺസും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തായി ഇമേജിൻ്റെ ലെയേഴ്സ്, കളർ ചാനൽസ് വ്യൂവറിൽ ഡിസ്പ്ലേ ചെയ്യുവാനുള്ള ഡ്രോപ്പ് ഡൗൺ മെനൂസ് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്ത് കോമിൻ്റെ പല വേർഷൻസും താരതമ്യം ചെയ്യാനുള്ള വൈപ്പ് പോലുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തായി പ്രോക്സി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാണാം. പ്രോക്സി എന്നാൽ ലോ വേർഷൻ ഓർ ഡൗൺ റെസൊല്യൂഷൻ എന്നതാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് പവർ ഇൻക്രീസ് ചെയ്യുവാനായി യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് പ്രോക്സി. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായി ഗെയിൻ ഗാമ കൺട്രോൾ ചെയ്യാനുള്ള സ്ലൈഡേഴ്സ് കാണാം. ഈ സീരീസിലെ അടുത്ത വീഡിയോയിലൂടെ വ്യൂവറിൻ്റെ ഓപ്ഷൻസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. തന്നെ മുന്നോട്ടുള്ള ഓരോ വീഡിയോസിലും ഈ പെയിൻസ് ഒക്കെ എന്താണ്, ഈ പെയിൻസിൻ്റെ ഓപ്ഷൻസ് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പെയിനായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ അപ്ലോഡ് ആകുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നോഡ് ഗ്രാഫിൽ സെലക്ട് ചെയ്തിരിക്കുന്ന നോഡിൻ്റെ ഡീറ്റെയിൽഡ് ഓപ്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് പ്രോപ്പർട്ടി പാനലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ആ പ്രോപ്പർട്ടീസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർട്ടി പാനലിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പല രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് പ്രോപ്പർട്ടി പാനലിൽ അവൈലബിൾ ആണ്. നോഡ് ഗ്രാഫ് പെയിൻ്റെ ഭാഗത്തായി മറ്റ് 2 ടാബുകൾ കൂടി നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. കർവ് എഡിറ്റർ, ഡോപ്പ് ഷീറ്റ് എന്നിവയാണവ. പല ടാബ്സും ഫങ്ഷനാലിറ്റീസും പാനൽസിൽ ചേഞ്ച് ചെയ്യുവാനും ലോഡ് ചെയ്യുവാനും ക്ലോസ് ചെയ്യുവാനും അതേപോലെ തന്നെ ഫ്ലോട്ട് ചെയ്യുവാനായിട്ടും സാധിക്കും. പാൻസിനെ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും സ്പ്ലിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനായിട്ടും സാധിക്കും. ന്യൂക്കിൽ അവൈലബിൾ ആയിട്ടുള്ള വർക്ക് സ്പേസുകൾ ഏതാണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം ഒരു വർക്ക് സ്പേസിനെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം, എങ്ങനെ റീസെറ്റ് ചെയ്യാം, എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ന്യൂക്കിൽ ഡിഫോൾട്ടായിട്ട് 6 രീതിയിലുള്ള വർക്ക് സ്പേസുകൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി നിൽക്കുന്ന വർക്ക് സ്പേസ് എന്ന് പറയുന്നത് കോമ്പോസിറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു വർക്ക് സ്പേസ് ആണ്. അതിന് തൊട്ട് താഴെയായിട്ട് ലാർജ് നോഡ് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു വർക്ക് സ്പേസ് കാണാനായിട്ട് സാധിക്കും. ലാർജ് നോഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു ഭാഗത്തായിട്ട് വളരെ വലിയ ഒരു നോഡ് ഗ്രാഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വ്യൂവർ, അതേപോലെ തന്നെ പ്രോപ്പർട്ടി ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആണ്. ലാർജ് വ്യൂവർ എന്ന് പറയുന്ന മറ്റൊരു വർക്ക് സ്പേസ് ഉണ്ട്. വ്യൂവറിന് വേണ്ടി വലിയ ഒരു പെയിൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നോഡ് ഗ്രാഫ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. പ്രോപ്പർട്ടി പാനൽ ഈ ഒരു ഭാഗത്തായിട്ടും കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന മറ്റൊരു വർക്ക് സ്പേസ് അവൈലബിൾ ആണ്. പൈതോൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡ്യൂക്കിൽ നമുക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ പുതിയ പ്ലഗിൻസും ടൂൾസും ഡെവലപ്പ് ചെയ്യുക, ന്യൂക്കിൽ വർക്ക് സ്പേസ് അല്ലെങ്കിൽ വർക്ക് ഫ്ലോ കസ്റ്റമൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൈതോൺ സ്ക്രിപ്റ്റിങ്ങിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി, സ്ക്രിപ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഈ ഒരു യൂസർ ഇൻ്റർഫേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വ്യൂവറും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നോഡ് ഗ്രാഫ് ഈ ഒരു ഭാഗത്തായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഏരിയയാണ്. ഈ ഒരു ഭാഗം ആ സ്ക്രിപ്റ്റിംഗ് റിസൾട്ട് എന്താണെന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു ഏരിയയുമാണ്. ആനിമേഷൻ എന്ന് പറയുന്ന ഒരു വർക്ക് സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ കോമ്പിൽ വർക്ക് ചെയ്യുമ്പോൾ കോമ്പിന് ആനിമേഷൻ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആനിമേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് കർവ് എഡിറ്റർ കാണാനായിട്ട് സാധിക്കും. ആനിമേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് കർവ് എഡിറ്റർ. ആനിമേഷനെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു കർവ് എഡിറ്റർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി പാനൽ, നോഡ് ഗ്രാഫ്, വ്യൂവർ എന്നുള്ള രീതിയിൽ ഈ ഒരു വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് വർക്ക് സ്പേസിൽ വ്യൂവർ നമുക്കൊരു ഫ്ലോട്ടിംഗ് പാനലായിട്ടായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പെയിൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്. വ്യൂവറിനെ നമുക്കൊരു സെക്കൻഡ് മോണിറ്റർ ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് മോണിറ്ററിലേക്ക് മൂവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതേപോലെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് പാനൽസ് എല്ലാം തന്നെ ഫ്ലോട്ടിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. നമുക്ക് തിരിച്ച് നമ്മുടെ കോമ്പോസിറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകാം. വർക്ക് സ്പേസുകളുടെ ഷോർട്ട് കട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഷോർട്ട് കട്ടുകളിലൂടെയും ഈ ഒരു വർക്ക് സ്പേസുകളെ വേണമെങ്കിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. കോമ്പോസിറ്റിംഗ് എന്ന് പറയുന്ന വർക്ക് സ്പേസിലേക്ക് തിരിച്ചു പോകാം. ന്യൂക്ക് യൂസർ ഇൻ്റർഫേസിനെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് നോക്കാം. രണ്ട് പെയിൻസിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു പോർഷനിലേക്ക് മൗസിൻ്റെ കഴ്സർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് പെയിൻസിനെ എക്സ്പാൻഡ് ചെയ്യാനായും അതേപോലെ തന്നെ ഷ്രിങ്ക് ചെയ്യാനായിട്ടും സാധിക്കും. ഇതിലൂടെ കൂടുതൽ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഒരു പാൻസിനെ അറേഞ്ച് ചെയ്ത് കൂടുതൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പേസ് യൂസ് ചെയ്യാം. എല്ലാ പെയിൻസിൻ്റെ സൈഡ് കോർണറിലായിട്ടും ഇങ്ങനെ ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോഡ് ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, വ്യൂവറിൽ കാണാം, അതേപോലെ തന്നെ പ്രോപ്പർട്ടി പാനലിലും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബട്ടണിലൂടെ പെയിൻസിനെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോഡ് ഗ്രാഫിൻ്റെ പെയിനെ ഞാനൊന്ന് വെർട്ടിക്കലി സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം കർവ് എഡിറ്റർ ആ ഒരു ഭാഗത്തേക്ക് പ്ലേസ് ചെയ്യാം. അതേപോലെ ഈ ഒരു ഭാഗത്തു നിന്ന് വീണ്ടും ഹൊറിസോണ്ടലി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പ് ഷീറ്റിനെ വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ കൂടുതൽ സ്പേസ് മാനേജ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ആ പാനൽസ് തിരിച്ച് ഡോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കർവ് എഡിറ്ററിനെ തിരിച്ച് നോഡ് ഗ്രാഫിലേക്ക് കൊണ്ടുവരാം. ഡോപ്പ് ഷീറ്റിനെയും തിരിച്ച് നോഡ് ഗ്രാഫ് പെയിനിലേക്ക് കൊണ്ടുവരാനായി സാധിക്കും. ഈ പെയിൻസ് ഇവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ ആ പെയിൻസിനെ ക്ലോസ് ചെയ്യാനായി സെയിം ആ കോർണറിലുള്ള ആ ബട്ടണിലേക്ക് വരിക. ക്ലോസ് പെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ പെയിനിനെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ഈ ടാബുകളാണ് ക്ലോസ് ചെയ്യേണ്ടതെങ്കിൽ ക്ലോസ് ടാബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ക്ലോസ് ടാബ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കർവ് എഡിറ്റർ ക്ലോസ് ആയി. അതേപോലെ തന്നെ ഡോപ്പ് ഷീറ്റ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോപ്പ് ഷീറ്റിനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോസ് ബട്ടൺ ആണെങ്കിലും യൂസ് ചെയ്യാം. കർവ് എഡിറ്ററും ഡോപ്പ് ഷീറ്റും ഇപ്പോൾ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. എനിക്കത് തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് പല ടാബ്സും കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ടാബ് ഏതാണോ ആ ടാബിനെ ആ പെയിനിലേക്ക് ആഡ് ചെയ്യാനായിട്ടും സാധിക്കും. കർവ് എഡിറ്റർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കർവ് എഡിറ്റർ ചൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡോപ്പ് ഷീറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോസിൽ ഡോപ്പ് ഷീറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. പ്രോപ്പർട്ടി പാനലിനെയും ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി പാനലും ക്ലിയർ ചെയ്യുക. അതിനുശേഷം ആ ഒരു പാനൽ വേണമെങ്കിൽ ക്ലോസ് ചെയ്യുക. ഈ ഒരു ഭാഗത്തു നിന്ന് വിൻഡോസിൽ നിന്നും നിങ്ങൾക്ക് പ്രോപ്പർട്ടി പാനൽ ഈ ഒരു ഭാഗത്തേക്ക് ആഡ് ചെയ്യാനായിട്ടും
കഴിയും. അപ്പോൾ ഈ രീതിയിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ പെയിനിനെ കസ്റ്റമൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് ടാബിൻ്റെ നെയിംസിനെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഞാൻ ഈ ഒരു പോർഷനിലേക്ക് വരുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഷോ ടാബ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടാബ് നെയിംസ് അവിടുന്ന് ഹൈഡ് ചെയ്യാനായിട്ടും സാധിക്കും. ടാബ് നെയിം തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മൗസിൻ്റെ കഴ്സർ ആ പോർഷനിലേക്ക് കൊണ്ടുവരിക. ഓറഞ്ച് ഹൈലൈറ്റ് അവിടെ വരുമ്പോഴേക്കും ടാബ് നെയിംസ് അവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ ടാബ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നിങ്ങളുടെ ടാബ്സിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടും സാധിക്കും. ഓൾറെഡി ഈ ഒരു ന്യൂക്ക് ഫയൽ ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ടുള്ള വർക്ക് സ്പേസ് എന്താണോ ആ വർക്ക് സ്പേസ് ആയിരിക്കും വീണ്ടും ഓപ്പൺ ആയി വരിക. ഈ ഒരു കസ്റ്റമൈസ് ചെയ്ത വർക്ക് സ്പേസ് ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് സ്പേസ് എന്ന് പറയുന്ന മെനുവിലേക്ക് ചെന്നതിന് ശേഷം ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ന്യൂക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഫോൾട്ട് വർക്ക് സ്പേസിലേക്കും അതിനെ സേവ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻസിലൂടെ നിങ്ങൾക്ക് സാധിക്കും. തിരിച്ച് നമ്മുടെ വർക്ക് സ്പേസിനെ സേവ് ചെയ്തിരിക്കുന്ന രീതിയിലേക്ക് റീസെറ്റ് ചെയ്യണം. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത വർക്ക് സ്പേസിനെ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് വർക്ക് സ്പേസിനെ റീസെറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഇതാണ് ന്യൂക്ക് ഇൻ്റർഫേസിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് Sahims സൈനിങ് ഔട്ട് ഫ്രം സാഹിബ്സ് റൂം.